സോ നമ്മൾ മൊഡ്യൂൾ 6 യൂണിറ്റ് 22 ഇതാണ് ലാസ്റ്റ് ടോപ്പിക് ഉള്ളത്. യൂണിറ്റ് 22 എസ് എ ക്വസ്റ്റ്യൻ അങ്ങനെ അധികം എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എ പാർട്ടിനും ബി പാർട്ടിനുമാണ് കൂടുതലും ചോദിച്ചിരിക്കുന്നത്. നമ്മൾ അതാണ് ഇനി കവർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഇതിനകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് ഫോം ചെയ്തു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ റിപ്പോർട്ട് റൈറ്റിംഗ് നമുക്ക് ബി പാർട്ടിന് പ്രതീക്ഷിക്കാം. ഡോക്യുമെന്റിംഗ് ബി പാർട്ടിന് പ്രതീക്ഷിക്കാം. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോജക്ട് റിലേറ്റഡ് സ്റ്റാഫ്, ടീം വർക്ക് ഇൻ ദ പ്രോജക്ട്, മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പബ്ലിക് റിലേഷൻ. ഇത്രയാണ് നമുക്ക് ടോപ്പിക് ഉള്ളതിൽ. ഇതിൽ മൂന്നാമത്തെ ടോപ്പിക് ടീം വർക്ക് ഇൻ ദ പ്രോജക്ട് നമുക്ക് ബി പാർട്ടാണ്. മോസ്റ്റ്ലി എല്ലാം ബി പാർട്ടിൽ തന്നെയാണ്. എസ് എ ക്വസ്റ്റ്യൻ ചിലപ്പോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോജക്ട് റിലേറ്റഡ് സ്റ്റാഫ് ഒക്കെ വന്നേക്കാം. എന്തായാലും നിങ്ങൾ സെമിനാറിൽ കവർ ചെയ്ത് പോകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ പോകുന്നില്ല, കൺസെപ്റ്റ് മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഒരു പ്രോജക്റ്റ് എല്ലാം കഴിഞ്ഞു, ലാസ്റ്റ് ഫേസിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. എന്താണ് റിപ്പോർട്ട് റൈറ്റിംഗ്? ഒരു പ്രോജക്റ്റിന്റെ എൻറ്റയർ ആക്ടിവിറ്റി അല്ലെങ്കിൽ പ്ലാൻ, അതിന്റെ പ്രോസ്പെക്ട്സ് എല്ലാം നമ്മളൊരു പ്രപ്പോസൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനാണ് പ്രോജക്റ്റ് റിപ്പോർട്ടിംഗ് അല്ലെങ്കിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതൊരു റിട്ടൺ ഡോക്യുമെന്റ് ആയിരിക്കും. അതിനകത്ത് ആ പ്രോജക്റ്റിന്റെ എത്രമാത്രം ഫീസിബിൾ ആയിട്ട് അതിന്റെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഡേറ്റ ആ പ്രസന്റേഷൻ റിട്ടൺ ഡോക്യുമെന്റിലേക്ക് ആക്കാമോ അത്രയും ഡേറ്റയെ ഫീസിബിൾ ഫോമിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. എക്കണോമിക്, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, മാനേജറിയൽ, പ്രൊസീജിയർ ലെവലിലുള്ള എല്ലാ ഇൻഫർമേഷൻസും എല്ലാ ഡേറ്റയും ഈ പ്രോജക്റ്റ് റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. എന്തിനാണ് നമ്മൾ ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോഗ്രസിനെ കുറിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യുക, അതാണ് അപ്ഡേറ്റഡ് ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ. അടുത്തത് നമ്മുടെ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷനോ ഡ്യൂറേഷൻ ഫേസിലോ വരാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഇഷ്യൂസും അതിന്റെ കൺസേൺസും ഒക്കെ ഇമ്മീഡിയറ്റ്ലി അഡ്രസ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് പ്രോജക്റ്റിന്റെ എൻഡിലും ഉണ്ടാക്കാൻ സാധിക്കും, സ്റ്റാർട്ടിംഗ് ഫേസിലും നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഈ പ്രോജക്റ്റ് ഇംപ്ലിമെന്റേഷൻ ഡ്യൂറേഷൻ ഫേസിലെ കാര്യങ്ങൾ നമുക്ക് ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ ഒറിജിനൽ പ്ലാനിൽ നിന്ന് എത്രമാത്രം അഡ്ജസ്റ്റ്മെന്റ് ചേഞ്ചസ് നമ്മൾ വരുത്തിയതിനുള്ള കാരണം എന്താണ്, നമ്മൾ ഫണ്ട് എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്തത്, നമ്മൾ ബഡ്ജറ്റിന്റെ ഉള്ളിലായിരുന്നു, ഓവർ ദ ബഡ്ജറ്റ് ആയിരുന്നു, അണ്ടർ ദ ബഡ്ജറ്റ് ആയിരുന്നു, നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ബേസ് ആയിട്ട് നമുക്ക് ഈ ഡോക്യുമെന്റിനെ യൂസ് ചെയ്യാം. ടീമിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റിന്റെ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഈ ഡോക്യുമെന്റിനകത്ത് നിന്ന് നമുക്ക് കിട്ടും. കീസ് ടു ആൻ എഫക്റ്റീവ് പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട്. ഒരു പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ട് എഫക്റ്റീവ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതിനുള്ള മെയിൻ കീ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഓൺ ടൈമിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. നിങ്ങളോട് ഫീൽഡ് വർക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന പോലെ തന്നെ. അതേപോലെ ഇൻഫർമേഷൻ മാക്സിമം കംപ്ലീറ്റ് ആക്കുക. പക്ഷെ എന്നും പറഞ്ഞ് ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഒട്ടും ആക്യുറസി ഇല്ലാത്ത ക്രെഡിബിലിറ്റി ഇല്ലാത്ത റിപ്പോർട്ടുകൾ, ഇൻഫർമേഷൻസ് അതിൽ ഉൾപ്പെടുത്തരുത്. അതേപോലെ പ്രോജക്റ്റിന്റെ ട്രാൻസ്പെറൻസി വേണം, പക്ഷെ എന്നും പറഞ്ഞ് അതിനകത്ത് അഡ്വേഴ്സ് ആയിട്ടുള്ള ബാഡ് ആയിട്ടുള്ള ന്യൂസസ് ഉണ്ട്, അത് കവർ ചെയ്യാതെ അതിനെ മഗപ്പ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ വരരുത്. ഇപ്പം നമ്മുടെ പ്രോജക്റ്റ് ശരിയായ രീതിയിലല്ല റൺ ചെയ്യുന്നത്, അതിനകത്ത് ബാഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തുന്നത് കവറപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മുടെ ടീമിന്റെ അക്കംപ്ലിഷ്മെന്റ്സ്, എന്തൊക്കെ കാര്യങ്ങൾ ടീം അച്ചീവ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് അതിനകത്ത് കൊടുക്കണം. അതിപ്പോൾ ക്ലയൻസ് ആണെങ്കിലും മതി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണെങ്കിലും ശരി, അത് കൃത്യമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തണം. അതിൽ നമ്മൾ അഭിമാനിക്കുക, നമ്മൾ റിപ്പോർട്ടിൽ സക്സസ് റേറ്റുകൾ കാണിക്കുക. അതേപോലെ നമ്മുടെ ക്ലയൻസിൽ നിന്നോ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ നിന്നോ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതെന്തൊക്കെയാണോ അത് ആന്റിസിപ്പേറ്റ് ചെയ്ത് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കും. അപ്പൊ അതും ഒരു നല്ല പ്രോജക്റ്റ് സ്റ്റാറ്റസിന്റെ ലക്ഷണമാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഹൈറാർക്കിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ, സ്ഥാപനത്തിന്റെ കൾച്ചറിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അതുമായിട്ട് ഏകദേശം ലിങ്ക് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പ്രോജക്റ്റ് സ്റ്റാറ്റസ് റിപ്പോർട്ട് ഉൾപ്പെടുത്തുക. അതിനകത്ത് ക്രിറ്റിസിസം ഒക്കെ വരാം, പക്ഷെ എന്നും പറഞ്ഞ് സ്ഥാപനത്തിന്റെ ഒരു കൾച്ചറോ അതിന്റെ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറിനെയോ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ വരാൻ പാടില്ല. അതുപോലെ നമ്മുടെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, പ്രോജക്റ്റിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ട് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു 500 പേജിന്റെ റിപ്പോർട്ട് കൊണ്ടുവന്നാൽ അതൊരിക്കലും സക്സസ്ഫുൾ ആകില്ല. പകരം ഒരുപാട് ഓവർലോഡഡ് ആവാത്ത രീതിയിൽ ഇൻഫർമേഷൻ കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു പ്രോജക്റ്റ് സ്റ്റാറ്റസ് റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും.
അടുത്തത് ഡോക്യുമെന്റിംഗ് ആണ്. ഒരു പ്രോജക്റ്റ് അടുത്ത നമ്മുടെ സിലബസിലെ ടോപ്പിക്കാണ് കേട്ടോ ഡോക്യുമെന്റിംഗ്. റിപ്പോർട്ട് റൈറ്റിംഗും ഡോക്യുമെന്റും തമ്മിൽ കണക്റ്റഡ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്, പക്ഷെ ഇത് സിലബസ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ലോഡ് കണക്കിന് ഫാക്ട് കാണും. ആ ലോഡ് കണക്കിന് ഫാക്റ്റിനെ എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പത്തിൽ കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് റിട്രീവ് ചെയ്ത് ഡിസിമിനേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത്. It is a process of systematically collecting, organizing, storing, retrieving and disseminating information. ഇനി അടുത്ത എന്താണ്? It is used for the purpose of learning or sharing or for recording intellectual property. Intellectual property right IPR എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാകും അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തൊക്കെ. ഈ IPR പ്രകാരം നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതിന് കുറച്ച് മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ലേൺ ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഡോക്യുമെന്റേഷൻ പർപ്പസ് നമുക്ക് യൂസ് ചെയ്യും. ദെൻ ഡോക്യുമെന്റേഷൻ പ്രോസസ്സിന്റെ പ്രധാനപ്പെട്ട ഔട്ട്പുട്ട്, അതുകൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? ഇറ്റ് ക്യാൻ ബി റിട്ടൺ. നമ്മുടെ പ്രോജക്റ്റ് ത്തെ ഈ ഡോക്യുമെന്റേഷൻ വർക്ക് വഴി നമുക്ക് റിട്ടൺ വിഷ്വൽ ആൻഡ് ഓഡിയോ ഇൻഫർമേഷൻ എന്തിനെ കുറിച്ച്? അബൌട്ട് ഫോർ എക്സാമ്പിൾ ആൻ ഒബ്ജക്ട്, എ പ്രാക്ടീസ്, എ പ്രോഡക്റ്റ് ഓർ ആൻ ഇവന്റ്. എന്തിനെ കുറിച്ചും നമ്മുടെ പ്രോജക്റ്റിന്റെ ഉൾപ്പെടുത്തുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും റിട്ടൺ ആയിട്ടും വിഷ്വൽ ആയിട്ടും ഓഡിയോ ലെവലിലും ഒക്കെ നമുക്ക് ഇൻഫർമേഷൻ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ലൊരു ഡോക്യുമെന്റേഷൻ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ടൈം ആൻഡ് മണി. അൺനെസസറി ആയിട്ടുള്ള കുറേ നേരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒരു പ്രോജക്റ്റിന്റെ ഫുൾ സൈക്കിൾ നമുക്ക് LFAയിൽ കാണിക്കാം. അല്ലെങ്കിൽ നല്ലൊരു മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ നല്ലതായിട്ട് CPS, നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞു ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് നമ്മൾ യൂണിറ്റ് 16 എടുത്താണ്. ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കറക്റ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്ത് അത് ആളുകൾക്ക് കൊടുക്കേണ്ട രീതിയിൽ ഇൻഫർമേഷൻ എത്തിച്ചാൽ അൺനെസസറി ആയിട്ടുള്ള ടൈം ലാഗും മണി ലാഗും ഒക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ക്യാൻ എൻഹാൻസ് ദ പെർസീവ്ഡ് ക്വാളിറ്റി ഓഫ് ദ പ്രോഡക്റ്റ്. നല്ലൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എല്ലാ പ്രാവശ്യം ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഒക്കെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും നമ്മൾ ബ്രോഷർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ഫ്ലയർ പ്രിപ്പയർ ചെയ്യും, ഫ്ലെക്സ് പ്രിപ്പയർ ചെയ്യും. ആളുകൾക്ക് പോകും. നമ്മൾ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ആണെങ്കിൽ നോട്ടീസ് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്യും. നല്ല ക്യാച്ചിങ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാക്കും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന്റെ ഡെലിവറിയുടെ ക്വാളിറ്റി ആളുകളിൽ കാണുന്നത് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്തിനാണ് ഒരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് നടത്തുന്നത്? അതിന്റെ പർപ്പസ് എന്താണ്? അതിന്റെ വൈ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. സിസ്റ്റമാറ്റിക് വേ ഓഫ് ക്യാപ്ചറിങ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ പ്രോസസ് ഓഫ് ചേഞ്ച് ആൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ഈ പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രോജക്റ്റിനകത്ത് എന്തൊക്കെ ചേഞ്ചസ് വന്നു, അത് എന്തുകൊണ്ട് വന്നു, ടു റിഫ്ലക്ട് ആൻഡ് അനലൈസ് വൈ ഇറ്റ് ഹാപ്പൻസ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് കണ്ടെത്തി അത് ഓർഗനൈസ് ചെയ്ത് ഡിസിമിനേറ്റ് ചെയ്ത് അതിന്റെ ഫൈൻഡിങ്സിലേക്കൊക്കെ എത്താനായിട്ട് ഒരു ഡോക്യുമെന്റേഷൻ പർപ്പസ് കൊണ്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനിങ്ങനെ ഒരു പവർ പോയിന്റ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് ഇല്ല, നമുക്കൊരു സിലബസ് കോണ്ടന്റ് ഇല്ല, ഒന്നും ഡോക്യുമെന്റഡ് അല്ല, ജസ്റ്റ് വായ്ത്താര പോലെ കുറെ വർത്താനം മാത്രമേ ഉള്ളൂ നമ്മുടെ MSW കോഴ്സിലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇത് യൂസ്ഫുൾ ആയിരിക്കില്ല. അപ്പൊ ഇൻഫർമേഷൻ എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിലേക്ക് മാറ്റുക. അതേപോലെ നിങ്ങളുടെ ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, അതിന്റെ അനാലിസിസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതെടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് സെമ്മിൽ പറഞ്ഞു തരാൻ പറ്റും, മക്കളെ ഇങ്ങനെ എക്സാം എഴുതി കവർ ചെയ്ത് പോകില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ സെമിനാർ എടുത്താൽ പോകില്ല. റിഫ്ലക്ട് ചെയ്യാൻ, അനലൈസ് ചെയ്യാൻ, നമ്മൾ മറഞ്ഞു കിടക്കുന്ന ചില പാറ്റേൺസ്, അത് ഹെൽത്തി ആയിരിക്കാം അൺഹെൽത്തി ആയിരിക്കാം, ആ പാറ്റേൺസ് ഡിസ്കവർ ചെയ്യാൻ. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. ഇന്റേണലി നമ്മുടെ പ്രോജക്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന ലേണിംഗ് പ്രോസസ്സിനെ കണ്ടെത്താൻ സഹായിക്കുക. ഡയറക്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഡോക്യുമെന്റേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ബൗണ്ടറീസ്, നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രോജക്റ്റ് കറക്റ്റ് ടൈമിനൊന്നും തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ജനറൽ കമ്മ്യൂണിറ്റിക്ക്, ജനറൽ പബ്ലിക്കിന് ചിലപ്പോൾ നമ്മളോട് ഇഷ്യൂസ് വരാം. ആ സമയത്തൊക്കെ നമുക്ക് അവരുമായിട്ട് കറക്റ്റ് അവർക്ക് ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുക, ഞങ്ങൾ ഇന്ന റീസൺ കൊണ്ടായിരിക്കും വരാതിരിക്കും. ഇപ്പോൾ ഒരു കോവിഡ് പോലുള്ള പ്രതിസന്ധി വന്നാൽ നമ്മുടെ പ്രോജക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ കോണ്ടെക്സ്റ്റലൈസ് ചെയ്യാൻ, കവർ ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡോക്യുമെന്റേഷൻ പ്രോസസ്സിൽ സഹായിക്കും. ഇനി അടുത്ത സംഭവമാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോജക്റ്റ് റിലേറ്റഡ് സ്റ്റാഫ്. അതാണ് മൂന്നാമത്തെ കാര്യം. എങ്ങനെ നമുക്ക് പ്രോജക്റ്റിന്റെ ഉള്ളിലുള്ള സ്റ്റാഫിനെ, അതൊരു വലിയ ടാസ്ക്കാണ്. നമ്മൾ വിചാരിക്കും കമ്മ്യൂണിറ്റി ആയിരിക്കും ബുദ്ധിമുട്ടുന്ന, പക്ഷെ കമ്മ്യൂണിറ്റിക്ക് വലിയ ബുദ്ധിമുട്ടല്ല. നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന ആളുകളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്കില്ലാണ്. പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ ആരാണ് ഒരു പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണോ ദ പേഴ്സൺ ഹു ഓർഗനൈസസ് ദ നെസസറി ടീം മെമ്പേഴ്സ്
and specializes in facilitating, reporting and analyzing project under the supervision of a project manager. ഒരു പ്രോജക്റ്റ് മാനേജർ എന്ന് പറയുന്ന ഒരു ആളുടെ കീഴിൽ നിന്നുകൊണ്ട് ആ പ്രോജക്റ്റിലെ എല്ലാ ടീം മെമ്പേഴ്സിന്റെയും ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ കണ്ടെത്തി പ്രോജക്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ട് എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആളായിരിക്കും പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ. ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോജക്റ്റിനകത്തുള്ള എല്ലാ വേരിയബിൾസും, അത് ടൈം ആയിരിക്കാം, മണി ആയിരിക്കാം, ബഡ്ജറ്റ് ആയിരിക്കാം, പ്രോസസ് ആയിരിക്കാം, ആക്ടിവിറ്റി ആയിരിക്കാം, എല്ലാ വേരിയബിൾസിനെയും കോൺസ്റ്റന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക, കൺട്രോൾ ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ടൈം മാനേജ്മെന്റ് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റീസും ആർക്കുള്ളതാണ്? പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്ററിന് ഉള്ളതാണ്. ഈ പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്ററിന് ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റീവ് സ്കില്ല്, എക്സിക്യൂട്ടീവ് ലെവലിലുള്ള സ്കില്ല് വേണം. MBA റിലേറ്റ് ചെയ്തിട്ടും MHRM റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഏരിയയിലായിരിക്കും മോസ്റ്റ് പ്രോബ്ലി വർക്ക് ചെയ്യുക. ഫിനാൻസ്, ബഡ്ജറ്റിംഗ്, റിപ്പോർട്ടിംഗ് എന്നുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹം സ്കിൽഡ് ആയിരിക്കണം. എന്താണ് പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? ഫസ്റ്റ്, നമ്മുടെ പ്രോജക്റ്റിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക. രണ്ടാമത്, നമ്മുടെ പ്രോജക്റ്റിനകത്ത് വരുന്ന ടീം മെമ്പേഴ്സിനെ ഫ്രീക്വന്റ്ലി കോർഡിനേറ്റ് ചെയ്യുക, അവരുടെ വർക്കുകൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ പ്രോജക്റ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണോ സജഷൻസ്, ടീമിന് കൊടുക്കാനുള്ള സജഷൻസ്, അതിന്റെ പ്രോഗ്രസ്, ഇതെല്ലാം മോണിറ്റർ ചെയ്ത് റിപ്പോർട്ട് കൊടുക്കുക. നമ്മുടെ എല്ലാ ഗൈഡ് ലൈൻസും നമ്മൾ സെറ്റ് ചെയ്തത് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ടീം മെമ്പേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യാം. നമ്മുടെ പ്രോജക്റ്റിന്റെ ഉള്ളിൽ വരുന്ന എല്ലാ കോൺട്രാക്റ്റുകളും, എല്ലാ അവർക്ക് റിലേറ്റഡ് കോൺട്രാക്റ്റുകളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക. ക്ലയൻസുമായിട്ടും സീനിയർ ഓഫീസേഴ്സ് ഒക്കെ ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിന്റെ പ്രോഗ്രസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്ററുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത്. പ്ലാനിങ് ദ ഫിനാൻഷ്യൽ ബഡ്ജറ്റ്, coordinating with the team members, monitoring the progress of the project, supervising the team members, initiating the project or contracted working, discussing updates. അടുത്ത ടോപ്പിക്ക് ടീം വർക്ക് ഇൻ ദ പ്രോജക്റ്റ്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡൈനാമിക് വർക്ക്ഔട്ട് ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. നമ്മൾ സോഷ്യൽ ഗ്രൂപ്പ് വർക്കൊക്കെ പഠിക്കുന്ന ഒരു സാധനമാണിത്. ടീം വർക്ക് ഇൻ ദ പ്രോജക്റ്റ്. എന്താണ് ഒരു പ്രോജക്റ്റിനകത്ത് ടീം വർക്ക് എന്ന് പറയുന്നത്? എന്തിനാണ് ടീം വർക്ക്? ടീം വർക്ക് ഇസ് എൻ ആക്ട് ഓഫ് ബ്രിങ്ങിങ് സെവറൽ ഇൻഡിവിജ്വൽസ് ടുഗെദർ ഇൻ ഓർഡർ ടു എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി കംപ്ലീറ്റ് എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പല നിറത്തിലും, പല ബാക്ക്ഗ്രൗണ്ടിലും, പല കൾച്ചറൽ പെർസ്പെക്റ്റീവിലും, പല ഇമോഷണൽ കപ്പാസിറ്റിയും, പല സ്കിൽസും, പല എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും, പല സ്വഭാവങ്ങളും, ലാംഗ്വേജും ഒക്കെയുള്ള ആളുകളാണ് നമ്മുടെ കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മുടെ എൻജിഒയിൽ വർക്ക് ചെയ്യുക. ഇവരെല്ലാവരെയും ഒന്നിച്ചു കൂട്ടിച്ചേർത്ത് വേണം നമ്മൾ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ടീം വർക്കിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? വർക്കിംഗ് കോപ്പറേറ്റീവ്ലി സഹകരണ മനോഭാവത്തോടെ വർക്ക് ചെയ്യുക, ഗ്രൂപ്പിനോട് ഐഡിയാസും കാര്യങ്ങളും ഒക്കെ സജഷൻസ് ഒക്കെ കൊടുക്കുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. നമ്മൾ നമ്മുടെ മാത്രം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഞാൻ ഒന്നാമത് ചെല്ലും, ഞാൻ ഒന്നാമതെല്ലാം പ്രസന്റ് ചെയ്യും, അങ്ങനെ ആകാതെ ഗ്രൂപ്പ്സുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് ഉണ്ടാകണം. അതായത് ആരാണോ ടീം വർക്ക് ഇനിഷ്യേറ്റ് ചെയ്യുന്ന അവർക്ക് ഉണ്ടാവണം. സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, ഞാൻ ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ്, ഒരു ഫീലിംഗ് ഉണ്ടാവണം. ഹെൽത്തി റെസ്പെക്ട് ഫോർ ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ, കസ്റ്റംസ് ആൻഡ് ഇൻഡിവിജ്വൽ പ്രിഫറൻസ്. എത്രയൊക്കെ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞാലും ഇൻഡിവിജ്വലി ഓരോരുത്തർക്ക് ഓരോരോ വ്യക്തിപരമായ അഭിപ്രായം കാണും, അവരുടെ രീതികൾ കാണും, അവരുടെ പ്രിഫറൻസസ് കാണും. ഇതെല്ലാം ആ ടോട്ടൽ ഗ്രൂപ്പിന്റെ ഒപ്പീനിയനോട് ചിലപ്പോൾ ഒത്തുപോകുന്നതായിരിക്കില്ല. എന്ന് വെച്ച് അവരെ നമ്മൾ നെഗ്ലക്ട് ചെയ്യാൻ പാടില്ല. അവർ ഒരു ഹെൽത്തി റെസ്പെക്ട് കീപ്പ് ചെയ്യുക. അതുപോലെ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടീം വർക്കിന്റെ ഭാഗമായിട്ട് നടക്കണം. ടീം വർക്കിന്റെ ക്വാളിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്ന എലമെന്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ കമ്മ്യൂണിക്കേഷൻ. നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ടീം വർക്കർ, ഒരു പ്രോജക്റ്റ് കോർഡിനേറ്റർ, ടീമിലെ മെമ്പേഴ്സ് എല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ആ ടീം വർക്കിന്റെ ക്വാളിറ്റി ഒരിക്കലും ഡെവലപ്പ് ചെയ്യില്ല. എപ്പോഴും ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടോ ഡോമിനന്റ് ആയിട്ടോ ഒക്കെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലാണ് പോകുന്നതെങ്കിൽ ഒരിക്കലും ടീം വർക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. കോർഡിനേഷൻ, സഹകരണം, പരസ്പര മനോഭാവത്തോടുകൂടി പരസ്പരം എല്ലാം ഏറ്റെടുത്ത് ചുമലോട് ചുമല് ചേർന്ന് നിന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ടീം വർക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല. ബാലൻസ് ഓഫ് മെമ്പർ കോൺട്രിബ്യൂഷൻ. ചിലപ്പോൾ ചിലര് അടിപൊളിയായിട്ട് പ്രസന്റേഷൻ എടുക്കാൻ കഴിവുണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് ഫീൽഡിൽ പോയ ആളുകളുമായിട്ട് സംസാരിക്കാൻ നല്ല സ്കിൽ ഉണ്ടാവും, ചിലപ്പോൾ ചിലർക്ക് നന്നായി ബാർഗെയിൻ ചെയ്തോ അല്ലെങ്കിൽ ബാർഗെയിൻ എന്ന വാക്ക് നമ്മൾ പറയില്ല, നെഗോഷിയേറ്റ് ചെയ്ത് അതിനുള്ള സ്കില്ലായിരിക്കും. ചിലർക്ക് അധികം സംസാരിക്കൊന്നുമില്ല, പക്ഷെ ഡോക്യുമെന്റേഷൻ വർക്ക് അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാ ആളുകളുടെയും കോൺട്രിബ്യൂഷൻസിനെ ബാലൻസ് ചെയ്യുക, മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുക. ഒരാൾക്ക് ചില കാര്യങ്ങളിൽ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയാൽ അവരെയും കൂടി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോവുക.
ഈക്വൽ എഫേർട്ട് ഇടുക, കൊഹിഷൻ, ഗ്രൂപ്പാണ്, എൻ്റെ ഗ്രൂപ്പാണ്, എൻ്റെ ക്ലാസ് ആണ്, അല്ല എൻ്റെ NGO ആണെന്നുള്ളൊരു കൊഹിഷൻ ഉണ്ടാകുക, ടീം മെമ്പേഴ്സ് തമ്മിൽ ഒരു ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ, ചെറിയ ചെറിയ പേഴ്സണൽ കാര്യങ്ങളൊക്കെ, ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും ഒക്കെ അവരുടെ വീക്ക്നെസ്സും ഒക്കെ പരസ്പരം അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. ഈ എലമെന്റ്സ് എല്ലാം ഒരു ഗ്രൂപ്പ് വർക്കിന്റെ, ടീം വർക്കിന്റെ ക്വാളിറ്റീനെ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഇനി അടുത്ത ടോപ്പിക്ക് മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. നമ്മുടെ ആളുകൾ, നമ്മളെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോജക്റ്റിനകത്ത് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ട് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരെയും നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ് പറയുന്നത്. അതിനകത്ത് ഗവൺമെന്റ് വരാം, പോളിസി മേക്കേഴ്സ് വരാം, പബ്ലിക് വരാം, പ്രൈവറ്റ് ആളുകൾ വരാം, ബെനിഫിഷ്യറീസ് വരാം, ഡോണേഴ്സ് വരാം, എല്ലാവരും വരും. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം ഇട്ടതാണ്. നന്നായിട്ട് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ചെയ്യുക, നമ്മുടെ ഇൻഫർമേഷൻ എവിടേക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കുക, അതിന്റെ പെർഫോമൻസ് റിപ്പോർട്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മാനേജ് ചെയ്യുക. ഇതൊക്കെയാണ് ബേസിക്കലി മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസ് ഇട്ടാ, ഓൾറെഡി PPT ഷെയർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി ഡെപ്തിൽ പോകുന്നില്ല കേട്ടോ. ഇനി സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ പ്രോജക്റ്റിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇമ്പാക്ട് ചെയ്യത്തക്കവണ്ണം ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പിനെയോ ഇൻഡിവിജ്വൽസിനെയോ ഒക്കെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അത് പോസിറ്റീവ് മാത്രമല്ല, നെഗറ്റീവായിട്ടും നമ്മുടെ പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പോ ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമ്മളുടെ പ്രോജക്റ്റിനോട് നല്ലത് മാത്രം പറയുന്ന കൂടെ നിൽക്കുന്നവരെ മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരാ, അവരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോരാ. നമ്മുടെ പ്രോജക്റ്റിനോട് വൈരുദ്ധ്യ മനോഭാവമുള്ള, ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോജക്റ്റിലെ സ്റ്റേക്ക് ഹോൾഡർ ആണ്, അവരുമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം. ഇതെന്ന് പറയുന്നത് ഒരു ഇൻഎക്സ്പെൻസീവ് ആൻഡ് എഫിഷ്യന്റ് വേ ഓഫ് ക്രിയേറ്റിംഗ് എ ബെറ്റർ ഓപ്പറേഷണൽ എൻവയോൺമെന്റ് ഫോർ എ പ്രോജക്റ്റ്. ഒരു പ്രോജക്റ്റിനകത്ത് വളരെ എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ പ്രോജക്റ്റിനെ വർക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് നമ്മളെ സഹായിക്കും. ഒരു പ്രോജക്റ്റിന്റെ ഇനീഷ്യൽ പീരീഡിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കൺസൾട്ട് ചെയ്ത് അവരുമായിട്ട് ഒരു റീഅസസ്മെന്റ്, അവരെന്താ നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ച് അവരാഗ്രഹിക്കുന്നത്, അവരുടെ മോട്ടിവേഷൻ എന്താ, അവരുടെ ഇൻട്രസ്റ്റ് എന്താ, അവർക്ക് നമ്മുടെ പ്രോജക്റ്റിനെ കുറിച്ചുള്ള അവരുടെ ഒരു അപ്രോച്ച് എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രോജക്റ്റ് തീരാറാകുമ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല, ഇനീഷ്യൽ ടൈമിൽ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യണം. അതേപോലെ പ്രോജക്റ്റിന്റെ പൊട്ടൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ നമുക്ക് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ് ആക്ടിവിറ്റി സഹായിക്കും. പിന്നെ പ്രോജക്റ്റിന്റെ ബെനിഫിഷ്യറീസ്, പാർട്ട്നേഴ്സ്, ഓർഗനൈസേഷൻസ്, ഇവർക്കെല്ലാവർക്കും പല ലെവലിലുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്കാർക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കില്ല ടാർഗറ്റഡ് പോപ്പുലേഷനുള്ള, അതായിരിക്കില്ല പോളിസി മേക്കേഴ്സിന്, അതായിരിക്കില്ല നമ്മളെ പോലെ തന്നെ പ്രോജക്റ്റ് ചെയ്യുന്ന കോമ്പറ്റീറ്റിംഗ് ആയിട്ടുള്ള NGOയ്ക്കൊന്നും പല പല ലെവലിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഇവർക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അതനുസരിച്ച് നമ്മുടെ പ്രോജക്റ്റിനോടുള്ള അവരുടെ അപ്രോച്ച് മാറും. അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഈ സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റിന്റെ സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് കോമൺ സെൻസ് യൂസ് ചെയ്ത് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം എന്താണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, ടു അണ്ടർസ്റ്റാൻഡ് ഹൂ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആർ. രണ്ടാമത്, ഇതിനകത്ത് ഓരോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെയും പവറും ഇൻഫ്ലുവൻസും അനുസരിച്ച് നമ്മൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യണം, പിൻ പോയിന്റ് ചെയ്യണം. പവർഫുൾ പോളിസി മേക്കേഴ്സ് കാണും, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ കാണും, നല്ല ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് കാണും, പാവപ്പെട്ട ആളുകൾ കാണും, വലിയ കാര്യങ്ങളുമായിട്ട് ഇതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയില്ലാത്തവർ കാണും. പക്ഷെ ഇവരെ എല്ലാവരെയും അവരുടെ ലെവൽ ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ് അനുസരിച്ച് പിൻ പോയിന്റ് ചെയ്യാം. ദെൻ ഇവർ ഓരോരുത്തരോടും 1-to-1 കോൺവെർസേഷൻ, ഫീൽഡിൽ പോയി അവരെ കണ്ട് 1-to-1 കോൺവെർസേഷനിൽ ഏർപ്പെടുക. ദെൻ അവരുടെ ലോകം എന്താണ്, അവർ ഈ പ്രോജക്റ്റിനെ കുറിച്ച് എന്താ മനസ്സിലാക്കുന്നത്, അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അത് പഠിക്കുക. ദെൻ എന്താണ്, അവരുമായിട്ട് ഓണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുക. ദെൻ എന്താ, നമ്മുടെ കോമ്പിറ്റൻസ് കണ്ടിന്യൂസ്ലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. നമ്മുടെ NGO ഇതാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രോജക്റ്റ് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾക്ക് ഇങ്ങനെ ബെനിഫിറ്റ് ഉണ്ടാവും, അതിനകത്ത് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ വാല്യുബിൾ ആണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രോജക്റ്റിന്റെ കോമ്പിറ്റൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. കണ്ടക്ട് സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ്, ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 3 കവർ ചെയ്തിട്ടുണ്ട്. പലതരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ച് അവരുടെ നീഡും അവരുടെ ലെവൽ ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട് സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. ഇനി ലാസ്റ്റത്തെ നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ ലാസ്റ്റ് മൊഡ്യൂൾ, ലാസ്റ്റ് ടോപ്പിക്കാണ് പബ്ലിക് റിലേഷൻ. പബ്ലിക് റിലേഷൻസ് ഓൾറെഡി നമ്മൾ യൂണിറ്റ് 18 ക്രൈറ്റീരിയയിൽ ലാസ്റ്റ് പറയുന്നതാണ്. എന്തായാലും ഒന്നും കൂടി പറയാണ്. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ഓർഗനൈസേഷനും ജനറൽ പബ്ലിക്കിനും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മെയിൻറ്റെയിൻ ചെയ്യാനും എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുന്ന എഫേർട്ടിനെയാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് പ്ലാൻഡ് ആൻഡ് സസ്റ്റെയിൻഡ് എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പബ്ലിക്. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണം. ചുമ്മാ ഒന്നും നമുക്ക് ആളുകളുടെ ട്രസ്റ്റ് നേടിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ് റിലേഷൻഷിപ്പ് എമംഗ് ദ ടു ഗ്രൂപ്പ്, എൻജിഒയും നമ്മുടെ ജനറൽ പബ്ലിക്കുമായിട്ടുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഡെവലപ്പ് റെസിപ്രോക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗുഡ് വിൽ. നമ്മുടെ സ്ഥാപനത്തിന്റെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, നമ്മുടെ സ്ഥാപനത്തോടുള്ള ട്രസ്റ്റ് പബ്ലിക്കിന് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും തമ്മിലൊരു റെസിപ്രോക്കൽ അണ്ടർസ്റ്റാൻഡിങ്. അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണം, നമ്മൾ പറയുന്ന അവർക്ക് മനസ്സിലാവണം. നമ്മുടെ കണ്ണ് ബ്ലൈൻഡ് ഐ ആയിട്ട് നമ്മൾ ഇരിക്കാൻ പാടില്ല. പബ്ലിക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു പാലം വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കൂൾ ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല, അതിന്റെ കാരണം ഇതാണെന്ന് ജനറൽ പബ്ലിക് ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾക്ക് ആ പ്രോജക്റ്റ് മാറ്റിയിട്ട് വേറെന്തെങ്കിലും അവർക്ക് ആവശ്യമുള്ളത് ചെയ്യേണ്ടി വരും. അപ്പം റെസിപ്രോക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. അനലൈസ് ദ പബ്ലിക് പെർസെപ്ഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ജനറൽ പബ്ലിക്കിന്റെ നമ്മുടെ പ്രോജക്റ്റിനോട് നമ്മുടെ എൻജിഒയോടും ഒക്കെ ഉള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അവർക്ക് നമ്മുടെ സ്ഥാപനത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്. ഇപ്പൊ ചില ആളുകൾ എന്ത് വന്നാലും എല്ലാത്തിനും എതിർക്കുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ചിലർ എല്ലാം സ്വീകരിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ ചിലർ കയ്യാലമാട്ടിരിക്കുന്ന തേങ്ങ പോലെ ഇരിക്കും, അവിടോട്ടും ഇല്ല ഇവിടോട്ടും ഇല്ലായിരിക്കും. അപ്പൊ പല ആറ്റിറ്റ്യൂഡും പെർസെപ്ഷനും പബ്ലിക്കിന് കാണും. അത് നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ പോളിസി വിത്ത് പബ്ലിക് ഇൻട്രസ്റ്റ്, ദെൻ എക്സിക്യൂട്ട്സ് എ പ്രോഗ്രാം. അതൊരു പ്രോഗ്രാം നമ്മൾ എൻജിഒയുടെ ഭാഗമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് കണ്ണു അടച്ചു പോയി അവരെ എല്ലാവരെയും തൂത്ത് മാറ്റിയിട്ട് അവരുടെ നാട്ടിൽ പോയി ഒരു പ്രോജക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവരുമായിട്ട് നമ്മളൊരു പോളിസി, ഒരു റിട്ടൺ ഡോക്യുമെന്റ്, ഒരു എഗ്രിമെന്റ് പോലെ അവരുടെ പബ്ലിക് ഇൻട്രസ്റ്റിനനുസരിച്ച് നമ്മളൊരു പോളിസി ഡെവലപ്പ് ചെയ്യണം. എന്തൊക്കെയാണ് ഒരു നല്ല പബ്ലിക് റിലേഷന്റെ എലമെന്റ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ നല്ല കഷ്ടപ്പെട്ട് പ്ലാൻഡ് ആയിട്ടുള്ള സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് ഒരു പബ്ലിക് റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് പബ്ലിക്. പബ്ലിക് എന്ന് പറയുന്ന ഗവൺമെന്റ് അല്ലാട്ടോ, ജനങ്ങളാണ്. ജനങ്ങളും ഓർഗനൈസേഷനും തമ്മിൽ ഒരു സക്സസ്ഫുൾ ഹെൽത്തി റിലേഷൻഷിപ്പ്. അടുത്തെന്താണ്? പബ്ലിക്കിന്റെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും നമ്മൾ ഇവാലുവേഷൻ നടത്തണം. നമുക്ക് സർവേ ഉപയോഗിക്കാം, ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം, ഇന്റർവ്യൂസ് നടത്താം, അല്ലെങ്കിൽ നമുക്ക് ആളുകളുടെ അടുത്ത് നിന്ന് സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് വഴി നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ്സും പെർസെപ്ഷൻസും അറിയാം. ഇനി അടുത്തത് തന്നെ ഓർഗനൈസേഷൻസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ആൻഡ് ആക്ഷൻസ് ആസ് ദേ റിലേറ്റ് ടു സെറ്റ് ഓർഗനൈസേഷൻസ് പബ്ലിക്. അതായത് കംപ്ലീറ്റ്ലി എക്കോളജിക്കൽ ലെവലില് ഇപ്പൊ പാലക്കാട് വളരെ നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ ചെന്ന് നമ്മളൊരു വലിയ എന്താ പറയുക അവിടുത്തെ പാടമൊക്കെ നികത്തി അവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ കെട്ടാൻ പോകാന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾക്ക് വലിയ അസുഖങ്ങളൊന്നും കാണില്ല, അവർ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. അവിടെ പോയിട്ട് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ബെറ്റർ ഹെൽത്ത് ബെറ്റർ ഫ്യൂച്ചർ എന്നൊക്കെ ഉള്ള സ്ലോഗൻ കൊണ്ട് ചെന്ന ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ ഓർഗനൈസേഷന് പബ്ലിക്കിനോടുള്ള കുറച്ച് ഒരു ഓർഗനൈസേഷണൽ പോളിസിയും പ്രൊസീജിയറും ആക്ഷനും ഒക്കെ പബ്ലിക്കിന്റെ ഒരു സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കണം. അതേപോലെ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് പബ്ലിക്കിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ആക്ഷൻസും പോളിസീസും എടുക്കാനുള്ള സ്റ്റെപ്സ് അത് എൻഷുർ ചെയ്യണം. ദെൻ എക്സിക്യൂഷൻ ഓഫ് ആൻ ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം. അവരുമായിട്ട് കറക്റ്റ് ആയിട്ട് ഇന്റർമീഡിയറ്റ്ലി അല്ലെങ്കിൽ കൺസിസ്റ്റന്റ്ലി കൺകറന്റ്ലി ഒരു കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ഉണ്ടാകണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ത്രൂ റേഡിയോ, ത്രൂ വാട്സ്ആപ്പ്, ത്രൂ വീഡിയോസ്, അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ അങ്ങനെ മാധ്യമങ്ങൾ യൂസ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യുക. നല്ലൊരു റാപ്പോ, നല്ലൊരു ഗുഡ് വിൽ, നല്ലൊരു പേര്, നല്ലൊരു റാപ്പോ ബിൽഡ് ചെയ്ത് അവരുടെ അക്സെപ്റ്റൻസും അവരുടെ എന്താ പറയുക ട്രസ്റ്റും നേടിയെടുക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. എന്തൊക്കെ ടൂളുകളാണ് നമ്മൾ പബ്ലിക് റിലേഷനകത്ത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ്? ഒന്ന്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പബ്ലിക് ആണ്, ജനങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് എന്താണ്? അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്. പിന്നെ മൂന്നാമത് പ്രൊപ്പഗാൻഡ, അവരോട് നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്, വാട്ട് ആർ ദ മെത്തേഡ്സ് ദാറ്റ് വി ഗോണ യൂസ്. ക്യാമ്പയിൻസ്, പബ്ലിക് റിലേഷൻ പ്രോസസ്സിന് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമ്പയിനിങ്സ് എന്തായിരിക്കും? റിസർച്ച് ചെയ്യുക, പബ്ലിക്കിനെ കുറിച്ച് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെത്തേഡ്സിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുക. പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്ഷൻ, അവരുമായിട്ട് എങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്താണ് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ ഡെലിവർ ചെയ്യാൻ പോകുന്നത്.
പ്രോപ്പർ ഇവാലുവേഷൻ നടത്തുക. ടീമിന് നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് വർക്ക്, ടീം വർക്ക്, ആ ടീമിന് കറക്റ്റായിട്ട് ഈ ടാസ്ക് കമ്മിറ്റ് ചെയ്യാനുള്ള കമ്മിറ്റ്മെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഗ്രൂപ്പ് പ്രൈഡ് ആൻഡ് ടീം സ്പിരിറ്റ്, നമ്മൾ ഈ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ടീം നമ്മുടെ NGOയിൽ കാണും. ആ ടീമിനകത്ത് തന്നെ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്തു പോകുന്നതിൽ അവർക്കൊരു ടീം സ്പിരിറ്റും ഗ്രൂപ്പ് പ്രൈഡും ഉണ്ടായിരിക്കണം. അപ്പം താങ്ക് യു സോ മച്ച്. ഇത്രയാണ് കവർ ചെയ്തത്. ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോകാം. ലാസ്റ്റ് യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്, യൂണിറ്റ് 22. അതിനകത്ത് റിപ്പോർട്ട് റൈറ്റിംഗ് ഉണ്ട്. എന്താണ് റിപ്പോർട്ട്? ഡോക്യുമെന്റിങ്, പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പ്രോജക്ട് റിലേറ്റഡ് സ്റ്റാഫിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാം, ടീം വർക്ക് എങ്ങനെയാണ്, എന്താണ്, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം, പബ്ലിക് റിലേഷൻ. റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിന്റെയും ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആയിരിക്കും. അത് മാനേജറിയൽ പ്രൊസീജിയർ, എക്കണോമിക്, ടെക്നിക്കൽ, ഫിനാൻഷ്യൽ എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ടാകും. അതിന്റെ പർപ്പസ് നമ്മൾ പറഞ്ഞു, ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ, ചേഞ്ചസും അഡ്ജസ്റ്റ്മെന്റും കാണിക്കുക, ഇഷ്യൂസ് കൺസേൺസ് പറയുക, ഫണ്ട് യൂട്ടിലൈസേഷൻ, ഡിസിഷൻ മേക്കിങ്ങിന്റെ ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, ടീമിന്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് പ്രോജക്ട് സ്റ്റാറ്റസ് റിപ്പോർട്ടിന്റെ കീസ് എന്ന് പറയുന്നത് ഓൺ ടൈം സബ്മിഷൻ, ഇന്നാക്യുറേറ്റ് ഇൻഫർമേഷൻ ഉണ്ടാവാൻ പാടില്ല, ബാഡ് ന്യൂസസോ അഡ്വേഴ്സ് റിപ്പോർട്ട്സോ ഒക്കെ ഉണ്ട്, അത് കവറപ്പ് ചെയ്യരുത്, ടീമിന്റെ അക്കംപ്ലിഷ്മെന്റ്സിനെ കുറിച്ച് പ്രൗഡ് ആയിരിക്കണം, അതിനെക്കുറിച്ച് പറയണം, നമ്മുടെ ക്ലയൻസും സ്റ്റേക്ക് ഹോൾഡേഴ്സും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് അത് റിപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ഓർഗനൈസേഷന്റെ കൾച്ചറായിട്ട് ബന്ധം ഉണ്ടാകണം, ഒരുപാട് ഇൻഫർമേഷൻ ഓവർലോഡഡ് ആയിട്ട് കൊടുക്കാൻ പാടില്ല. ഡോക്യുമെന്റേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഫൈനൽ ഒരു റിട്ടേൺ റിപ്പോർട്ട് ആണെങ്കിൽ ഡോക്യുമെന്റേഷൻ ഒരു പ്രോസസ്സാണ്. എന്താണ്? നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ ഡേറ്റയും കുറേ റോ ഫാക്ട് നമ്മുടെ കാണും. അത് സിസ്റ്റമാറ്റിക്കലി കളക്ട് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റുന്ന ഫോർമാറ്റിൽ ഡിസിമിനേറ്റ് ചെയ്യുന്നതാണ്, ആ ഇൻഫർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡോക്യുമെന്റേഷൻ. അത് റിട്ടൺ ആകാം, വിഷ്വൽ ആകാം, ഓഡിയോ ഇൻഫർമേഷൻ ആകാം, അത് എന്തിനെ കുറിച്ചും ആകാം. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ ഫുൾ പ്രോസസ്സിനെ കുറിച്ച് പഠിക്കുക, ലേൺ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. നമ്മൾ ഇത് നല്ലൊരു ഡോക്യുമെന്റേഷൻ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമും മണിയൊക്കെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ പർപ്പസ് ഒക്കെ നമ്മൾ പറഞ്ഞു, സിസ്റ്റമാറ്റിക്കലി ക്യാപ്ചർ ചെയ്യുന്നു, ഓർഗനൈസേഷൻ നടക്കുന്ന എന്ത് ചേഞ്ച് വന്നു, എന്തുകൊണ്ട് വന്നു, അതേപോലെ പാറ്റേൺസ് പുതുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറിഞ്ഞു കിടക്കുന്ന പാറ്റേൺസ് ഒക്കെ ഡിസ്കവർ ചെയ്യുക, ഇന്റേണലി പ്രോജക്റ്റിനകത്തുള്ള ലേണിങ്, ജോയിന്റ് ലേണിങ്, ക്വാളിറ്റി, അതേപോലെ പ്രോജക്റ്റിനകത്തുള്ള ഓരോ ബൗണ്ടറീസ്, ടൈം ആൻഡ് സ്പേസ് ബൗണ്ടറീസ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. ഇനി പ്രോജക്റ്റ് റിലേറ്റഡ് സ്റ്റാഫിനെ കൺട്രോൾ ചെയ്യുന്നത് പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. പ്രോജക്റ്റിന്റെ എല്ലാ വേരിയബിൾസും കോൺസ്റ്റന്റ്ലി മോണിറ്റർ ചെയ്യേണ്ടത് പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഫിനാൻഷ്യൽ ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം, ടീം മെമ്പേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യണം, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യണം, ടീം മെമ്പേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യണം, കോൺട്രാക്ട് പ്രോജക്റ്റ് റിലേറ്റഡ് വർക്കുകൾ കംപ്ലീറ്റ് ആയി നോക്കണം, അപ്ഡേറ്റ്സ് ഡിസ്കഷൻ അപ്ഡേറ്റ്സ് നടത്തണം. ടീം വർക്ക് നമ്മൾ പറഞ്ഞു, പല തരത്തിലുള്ള ഇൻഡിവിജ്വൽസിനെ ഒന്നിച്ചു കൊണ്ടുവന്ന് നമ്മുടെ പ്രോജക്റ്റിനെ എഫക്റ്റീവ്ലി എഫിഷ്യൻ്റ്ലി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആക്ടാണ് ടീം വർക്ക്. കോപ്പറേറ്റീവ്ലി വർക്ക് ചെയ്യുക, ഗ്രൂപ്പിനൊക്കെ ഐഡിയ കോൺട്രിബ്യൂട്ട് ചെയ്യുക, സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വേണം, ഹെൽത്തി റെസ്പെക്ട് ഫോർ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, എബിലിറ്റി ടു പാർട്ടിസിപ്പേറ്റ്. നല്ല ടീം വർക്കിന്റെ ക്വാളിറ്റി എലമെന്റ്സ്, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ ഒക്കെ, മ്യൂച്വൽ സപ്പോർട്ട് ഒക്കെ വേണം. മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിലേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡർ. സ്റ്റേക്ക് ഹോൾഡർ ആരാണ്? നമ്മുടെ പ്രോജക്റ്റിനെ പോസിറ്റീവ്ലി നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയോ ഗ്രൂപ്പോ ഒക്കെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആകാം. അവരുടെ ഇൻട്രസ്റ്റ് എന്താണ്, അവരുമായിട്ട് നല്ലൊരു ബന്ധം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റേക്ക് ഹോൾഡർ എൻഗേജ്മെന്റ്. അതിന് നമുക്ക് പലതരത്തിലുള്ള സ്റ്റെപ്സ് ഒക്കെ പറയുന്നുണ്ട്. ആരാണ് സ്റ്റേക്ക് ഹോൾഡർ, അതിൽ ഹൈ ലെവൽസ് ഓഫ് പവർ അനുസരിച്ച് പിൻ പോയിന്റ് ചെയ്യുന്നു, 1-to-1 കോൺവെർസേഷൻ, അവരുടെ വേൾഡ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു, നല്ല കമ്മ്യൂണിക്കേഷൻ കോമ്പറ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നു, സ്റ്റേക്ക് ഹോൾഡർ അനാലിസിസ് നടത്തുന്നു. പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ പബ്ലിക്കും ജനങ്ങളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെ വളരെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് ഡെലിബറേറ്റ്ലി പ്ലാൻ ചെയ്യുന്ന ആക്ഷനാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, റെസിപ്രോക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം, പബ്ലിക്കിന്റെ പെർസെപ്ഷനും ആറ്റിറ്റ്യൂഡും മനസ്സിലാക്കണം, പബ്ലിക്കുമായിട്ടുള്ള ഒരു പോളിസി ഡെവലപ്പ് ചെയ്യണം. നല്ലൊരു പ്ലാൻഡ് എഫേർട്ട് ആണ്, അതിന് ചുമ്മാ ഒന്നും പറ്റത്തില്ല. റിലേഷൻഷിപ്പ്, പബ്ലിക് ആറ്റിറ്റ്യൂഡോ അവരുമായിട്ടുള്ള പോളിസി, നല്ലൊരു ആക്ഷൻ ഡെവലപ്പ് ചെയ്യുക. അതിന്റെ കമ്പോണൻസ് പറഞ്ഞു, പബ്ലിക് റിലേഷൻ, പ്രൊപ്പഗാൻഡ, ക്യാമ്പയിൻസ്, റിസർച്ച്, പ്ലാനിങ്, ഇവാലുവേഷൻ, ഇതൊക്കെയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒന്നുകൂടി നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.